പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ലെസൺ സക്സസ്, ഈ ലെസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് എലിമെന്റ്സ് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. ഇവ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ലെറ്റ്സ് അനലൈസ് എന്ന ക്യാപ്ഷനിൽ ആക്ടിവിറ്റി 1 given on textbook page 61. In the memo The Toilet, the narrator speaks about her routine in the past. The Toilet എന്ന ലെസണിൽ സ്പീക്കർ അവരുടെ പാസ്റ്റ് റൂട്ടീൻ, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലത്ത്, ഭൂതകാലത്ത് അവർ ചെയ്തിരുന്ന ഒരു സ്ഥിരം പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. സെന്റൻസ് ഇതാണ്: I would go to a public toilet in the park. പാർക്കിൽ ഒരു പൊതു ടോയ്ലറ്റിൽ ഞാൻ പോകുമായിരുന്നു. For some reason it was never locked. So I would go in and sit on the toilet seat to read some magazine or other. എന്തോ കാരണം കൊണ്ട് ആ ടോയ്ലറ്റ് ഒരിക്കലും ലോക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അകത്ത് പോയി ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നു കൊണ്ട് മാഗസീനോ മറ്റെന്തെങ്കിലുമൊക്കെ വായിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ അങ്ങനെ വായിക്കാർ പതിവായിരുന്നു. Until the right time to catch the bus. എനിക്ക് ബസ്സിനുള്ള സമയം ആകുന്നതുവരെ ഞാൻ അങ്ങനെ ടോയ്ലറ്റിനകത്തിരുന്ന് വായിക്കുമായിരുന്നു. പബ്ലിക് ടോയ്ലറ്റിൽ പോകുമായിരുന്നു. അവിടെ ഇരുന്ന് ടോയ്ലറ്റ് സീറ്റിലിരുന്ന് മാഗസിൻ വായിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള പതിവ് പ്രവൃത്തി ഭൂതകാലത്ത്, പാസ്റ്റ് ടൈമിൽ സ്പീക്കർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഇവിടെ വുഡ് എന്ന മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിയർ വുഡ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. നമ്മുടെ ഒരു ഹാബിറ്റ് പോലെ, ഒരു സ്വഭാവം, ഒരു സ്ഥിരമായി ചെയ്യുന്ന പതിവ് പ്രവൃത്തി പോലെയുള്ള ഒരു ആക്ഷൻ സൂചിപ്പിക്കാനാണ് വുഡ് പ്ലസ് വെർബ് ഉപയോഗിച്ചത്. എന്നാൽ ഈസ് ദിസ് ദി ഓൺലി പേർപ്പസ് ഫോർ വിച്ച് വുഡ് ക്യാൻ ബി യൂസ്ഡ്? വുഡ് എന്ന മോഡൽ ഓക്സിലറി വെർബ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്, അതോ മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമോ? Revisit the text and identify the sentences in which would is used. വീണ്ടും the toilet എന്നുള്ള ലെസൺ വായിക്കുക. അതിൽ നിന്നും would ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസുകൾ കണ്ടെത്തുക. Also try to identify the functions of would in each sentence or situation. അങ്ങനെ ഓരോ സെന്റൻസിലും would ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് ഫംഗ്ഷനാണ് would എന്നുള്ള ഓക്സിലറി വെർബ് ഈ സെന്റൻസുകളിൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുകളിൽ ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. അതിൽ സെന്റൻസുകളും ഏതൊക്കെ പേർപ്പസിലാണ്, എന്തൊക്കെ ഫംഗ്ഷനാണ് വുഡ് എന്നുള്ള ഓക്സിലറി ചെയ്യുന്നത് എന്നും വിശദീകരിക്കുന്നു. ആദ്യം സെന്റൻസ്: ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡ്ന്റ് സീ മീ. വീക്ക് ഡേയ്സിൽ, പ്രവൃത്തി ദിനങ്ങളിൽ ഞാൻ എൻ്റെ സഹോദരിയുടെ മുറിയിൽ അടക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ മാഡം എന്നെ കാണുമായിരുന്നില്ല. ഈ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചത് ടു ഇൻഡിക്കേറ്റ് എ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഭൂതകാലത്ത് സ്ഥിരമായി ഒരു ഹാബിറ്റ് പോലെ നടന്നിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്. മറ്റൊരു സെന്റൻസ്: ഐ വാസ് ഷുവർ ദേ വുഡ് ടിയർ മീ ടു പീസസ്. എനിക്ക് ഉറപ്പായിരുന്നു അവ എന്നെ കടിച്ചു കീറുമെന്ന്. ആ ഡോഗ്സ് വന്ന സന്ദർഭത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദ ഡോഗ്സ് വുഡ് ടിയർ മീ ടു പീസസ്, അവ എന്നെ കടിച്ചു കീറുമായിരുന്നു. ടു ഇൻഡിക്കേറ്റ് സെർട്ടനിറ്റി, സ്പീക്കർക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള ഉറപ്പ്, അത് സംഭവിക്കുമെന്നുള്ള ഒരു സെർട്ടനിറ്റിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. തേർഡ് സെന്റൻസ്: I was reading a copy of Drum magazine, hoping that she would come back soon. സഹോദരി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഡ്രം മാഗസിന്റെ ഒരു കോപ്പി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. She would come back soon. അവൾ ഉടൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ. ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഓർ ഹോപ്പ്, വരാൻ പോകുന്ന ഒരു കാര്യത്തെ പ്രഡിക്റ്റ് ചെയ്യുന്നു. അവർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഒരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഹോപ്പോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ മറ്റൊരു സെന്റൻസ്: ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ആരെങ്കിലും ഒരാൾ വന്ന് എൻ്റെ സുഹൃത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു.
ഇവിടെ ഒരു വിഷ്, ഹോപ്പ് ഓർ ഫ്യൂച്ചർ പ്രഡിക്ഷൻ, ആരെങ്കിലും ഒരാൾ വരും എന്നുള്ള ഒരു പ്രഡിക്ഷൻ, അതല്ലെങ്കിൽ അങ്ങനെ വന്നെങ്കിൽ എന്നുള്ള ഒരു ഹോപ്പ് ഓർ വിഷ്, ഒരു ആഗ്രഹം, പ്രതീക്ഷ. ഇതാണ് ഈ സെന്റൻസിൽ വുഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ്, ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ഇൻ ടു മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ വന്ന എന്ത് കാര്യത്തെക്കുറിച്ചും ഞാൻ എഴുതി. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളുമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കും, അതേ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഇത് പറയുമ്പോൾ ഈ സെന്റൻസിൽ ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ, ഞാൻ ചെയ്യുമായിരുന്ന പോലെ, ഇഫ് ഐ ഹാഡ് ഹാഡ്, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ഇഫ് ക്ലോസ്, ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് ഈ സെന്റൻസ്. അതിലാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ നടന്നിരുന്നെങ്കിൽ മറ്റൊരു കാര്യം സംഭവിക്കുമായിരുന്നു എന്നുള്ള കണ്ടീഷണൽ സെന്റൻസുകളിലും വുഡ് ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസ് പറയുന്ന കണ്ടീഷണൽ സെന്റൻസുകളിൽ. Now, examine the following sentences and identify the differences. ഇവിടെ മറ്റു 2 സെന്റൻസുകൾ നൽകിയിരിക്കുന്നു. ആ 2 സെന്റൻസും പരിശോധിച്ച് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യ സെന്റൻസ്, ഐ ഷൽ ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഇവിടെ ഷാൽ എന്നുള്ള മോഡൽ ഓക്സിലറി വേർബും ഗോ എന്നുള്ള ബേസ് വേർബും ഉപയോഗിച്ചിരിക്കുന്നു. ഐ ഷൽ ഗോ, ഞാൻ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകും എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ മീനിങ്. സെക്കൻഡ് സെന്റൻസ്, ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകുമായിരുന്നു. ഒരു കഴിഞ്ഞ കാലത്തെ പാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദീസ് 2 സെന്റൻസസ്? ഈ 2 സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് യുവർ ഐഡിയാസ് ഹിയർ. എന്താണ് നിങ്ങൾ കണ്ട വ്യത്യാസം എന്നുള്ളത് ഇവിടെ എഴുതുക. നമുക്കറിയാം, ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ഷാൽ പ്ലസ് ബേസ് വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഷാൽ എന്നുള്ള മോഡൽ ഓക്സിലറി വേർബും അത് കഴിഞ്ഞ് ഗോ എന്ന ബേസ് വേർബും. ഇത് ഷോസ് എ ഫ്യൂച്ചർ പ്ലാൻ. ആ സെന്റൻസിലെ സ്പീക്കറുടെ ഒരു ഭാവി പ്ലാൻ ആണത്. ഞാൻ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകും, വരാൻ പോകുന്ന ഫ്യൂച്ചർ ടൈമിലുള്ള ഒരു പ്രവൃത്തിയെ, ഒരു ഉറച്ച തീരുമാനത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ, ആ സ്പീക്കറുടെ ഒരു പ്ലാൻ. എന്നാൽ in the second sentence, would plus base verb shows a past habit. would എന്നുള്ള മോഡൽ ഓക്സിലറി പ്ലസ് ബേസ് വേർബ് ഗോ, ഇത് കാണിക്കുന്നത് ആ സെന്റൻസിൽ സംസാരിക്കുന്ന സ്പീക്കറുടെ ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. സ്ഥിരമായി ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ പോകുമായിരുന്നു. ഇത്തരത്തിൽ സ്ഥിരമായിട്ട് തുടരെ പല ദിവസങ്ങളിൽ ആവർത്തിച്ച് ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇതാണ് ഈ സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം. Then the first sentence suggests that you plan to use the public toilet in the park. വിശദീകരിച്ച പോലെ തന്നെ പാർക്കിലെ പബ്ലിക് ടോയ്ലറ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു, നിങ്ങൾ ഉപയോഗിക്കും ഭാവിയിൽ എന്നുള്ള ഒരു പ്ലാൻ ആണ് ആദ്യ സെന്റൻസിൽ സൂചിപ്പിക്കുന്നത്. In the second sentence, the use of would suggests a regular or repeated action in the past. എന്നാൽ വുഡ് പ്ലസ് വേർബ് എന്ന സെക്കൻഡ് സെന്റൻസിലെ ആ വേർബ് സൂചിപ്പിക്കുന്നത് സ്പീക്കറുടെ ഒരു റെഗുലർ ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ആക്ഷനെ സൂചിപ്പിക്കുന്നു. സോ ദ യൂസ് ഓഫ് വുഡ് സജസ്റ്റ് എ ഹാബിച്വൽ ആക്ഷൻ ഓർ എ റെഗുലർ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഹവെവർ ദ യൂസ് ഓഫ് വുഡ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ഹാബിച്വൽ ആക്ഷൻസ് അലോൺ. എന്നാൽ വുഡ് എന്നുള്ളത് വെറും പാസ്റ്റിൽ സ്ഥിരമായി ആവർത്തിച്ച് ഹാബിച്വൽ ആയിട്ട് നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി മാത്രമല്ല വുഡ് ചെയ്യുന്നത്. അതിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. അങ്ങനെ ഉണ്ട് താനും. Now let's read the following sentences and try to analyze the use of would in each one. ഇവിടെ ഏതാനും സെന്റൻസുകൾ നൽകിയത് വായിക്കുക. ഓരോന്നിലും വുഡ് എന്ന ഓക്സിലറി വേർബ് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. ആദ്യ സെന്റൻസ്, ഇഫ് ഐ ഗോട്ട് എ ചാൻസ് ഐ വിൽ ട്രാവൽ ദ ഹോൾ വേൾഡ്. സെന്റൻസ് കാണുമ്പോൾ അറിയാം, ഒരു ഇഫ് ക്ലോസ് അടങ്ങുന്ന ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണിത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷൻ പൂർത്തീകരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് സെന്റൻസ്,
വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ? ഒരു റിക്വസ്റ്റ് ആണ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് വളരെ പൊളൈറ്റായ ഒരു റിക്വസ്റ്റ് അവതരിപ്പിക്കാൻ വുഡ് ഉപയോഗിക്കും. താങ്കൾ ജനലൊന്ന് അടയ്ക്കുമോ എന്നുള്ള ഒരു താഴ്മയോടുകൂടിയുള്ള ഒരു റിക്വസ്റ്റ്. തേർഡ് സെന്റൻസ്, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നും വൈകുന്നേരം പാർക്കിൽ കളിക്കുമായിരുന്നു. ഒരാളുടെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. നെക്സ്റ്റ്, ദ വെദർ ഫോർകാസ്റ്റ് സെഡ് ഇറ്റ് വുഡ് ബി സണ്ണി ടുഡേ. വെദർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ പ്രവചനം, അതിൽ പ്രവചിക്കുന്നു ഇറ്റ് വുഡ് ബി സണ്ണി ടുഡേ, ഇന്ന് നല്ല ഊഷ്മളമായ തണുപ്പോ മഴയോ ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും. ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നു. ജോൺ സെഡ് he would be happy to help with the maths lessons. ജോൺ പറഞ്ഞു മാത്സ് ലെസണിൽ സഹായിക്കാൻ അയാൾ സന്തോഷവാനാണ്, അയാൾ സന്തോഷത്തോടെ സഹായിക്കും. ഒരാളുടെ ഒരു സഹായം ഓഫർ നൽകുകയാണ്, അയാളുടെ ഒരു വില്ലിങ്നെസ്, റെഡിനെസ് സൂചിപ്പിക്കുന്നു. ഒരു കാര്യം ഓഫർ ചെയ്യാൻ വുഡ് ഉപയോഗിക്കും. ഇനി ഇവിടെ ഈ ടേബിളിൽ ഈ സെന്റൻസുകൾ ക്രമീകരിക്കുക. ആദ്യം ഹാബിച്വൽ ആക്ഷൻ കാണിക്കുന്ന സെന്റൻസ് ഏതാണ്? ഒരാളുടെ പാസ്റ്റിലെ പതിവ് പ്രവൃത്തി. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ് എന്നുള്ള സെന്റൻസ് ആണത്. പൊളൈറ്റ് റിക്വസ്റ്റ്, വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ എന്നുള്ളതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. എക്സ്പ്രസിങ് വില്ലിങ്നെസ്, ഒരാളുടെ സഹായിക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ ഒരാളുടെ ഓഫർ, താല്പര്യം, അത് പ്രകടിപ്പിക്കുന്നു. റെഡിനെസ്. ജോൺ സെഡ് ഹി വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് the maths lessons. Conditional sentence statement കാണിക്കുന്നത് if I got a chance I would travel the whole world. Then ഒരു prediction, future prediction. The weather forecast said it would be sunny today. Besides indicating habitual actions, would can be used in various contexts as conditionals, indirect speech, polite records, making predictions, expressing willingness, etc. ഹാബിച്വൽ ആക്ഷൻസ് ആണ് പ്രധാനമായിട്ടും വുഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അതിനും അപ്പുറം കണ്ടീഷണൽ സെന്റൻസുകളിൽ, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പൊളൈറ്റ് റിക്വസ്റ്റ് ഉണ്ടാക്കുന്നതിന്, മേക്കിംഗ് പ്രഡിക്ഷൻസ്, ചില പ്രഡിക്ഷനുകൾ പ്രകടമാക്കാൻ, എക്സ്പ്രസിംഗ് വില്ലിങ്നെസ്, ഒരാളുടെ താല്പര്യം, ഒരാളുടെ ഓഫർ പ്രകടമാക്കാൻ, ഇതിനൊക്കെ വുഡ് ഉപയോഗിക്കും. Now identify a few other functions of would. Analyze the following situations and complete the sentences. ഇവിടെ ഏതാനും സിറ്റുവേഷൻസ് നൽകിയിട്ടുണ്ട്. അത് ശരിയാമിതം വായിച്ച് വുഡ് എന്ന മോഡൽ ഓക്സിലറി ഉപയോഗിക്കുന്ന മറ്റ് ചില ഫങ്ഷൻസ് കൂടെ മനസ്സിലാക്കുക, അതിവിടെ പൂർത്തീകരിച്ചെഴുതുക. ഇതാണ് ആക്ടിവിറ്റി. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് രണ്ട് സെന്റൻസുകൾ നൽകിയിരിക്കുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ മാഡം സെഡ് ടു മീ ഐ വിൽ ഇൻഫോം യുവർ സിസ്റ്റർ അബൌട്ട് യുവർ വിസിറ്റ്. ഇവിടെ ഐ വിൽ എന്ന പ്രസന്റ് ഫോമിലുള്ള മോഡൽ ഓക്സിലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നു. വിൽ എന്ന ആ മോഡൽ ഓക്സിലറിയുടെ ഒരു പാസ്റ്റ് ഫോമാണ് വുഡ് എന്നുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ആ പാസ്റ്റ് ഫോമിലുള്ള വുഡ് ഉപയോഗിക്കുന്നു വിൽ എന്നതിന് പകരം. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വുഡ് ഉപയോഗിക്കും, ഡയറക്റ്റ് സ്പീച്ചിലെ വിൽ എന്നതിന് പകരം. ഇത് ഒരു ഫംഗ്ഷനാണ്. മാഡം ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ഇൻഫോം മൈ സിസ്റ്റർ അബൌട്ട് മൈ വിസിറ്റ്. Here, would is used in the indirect speech. Would indirect സ്പീച്ചിലാണ് ഉപയോഗിച്ചത് as the past tense of will. Will എന്നതിന്റെ past രൂപത്തിൽ. In the direct speech, ഡയറക്റ്റിൽ will ഉപയോഗിച്ചതിന്റെ past ഫോമിൽ ഇൻഡയറക്റ്റിൽ would ഉപയോഗിച്ചു. And it shows a future plan or offer. അത് സ്പീക്കറുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിനെയാണ് സൂചിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ഓഫറിനെ. സെന്റൻസ് ബി. Would you mind giving me an appointment with Mr. Gandhi? Asked Charlie Chaplin. Charlie Chaplin ചോദിച്ച ഒരു റിക്വസ്റ്റ് ആണിത്. Here, would is used to express a polite request.
വളരെ പൊളൈറ്റ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു അപേക്ഷ. ഇത്തരമൊരു അപേക്ഷ സൂചിപ്പിക്കാൻ വുഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കും. സെന്റൻസ് സിയും ഇതേപോലെ തന്നെ ഒരു പൊളൈറ്റ് റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നു. Would you please reach our office by 8:30 in the morning? Asked Gandhiji's secretary. Here also would is used to express a polite request. Now, sentence D. Every morning I would go to the public toilet in the park for some privacy to read. ഓരോ ദിവസവും പബ്ലിക് ടോയ്ലറ്റിൽ ഞാൻ പോകും എന്ന് പറയുന്ന ഈ സെന്റൻസിൽ in this sentence would shows a regular or habitual activity in the past. സ്പീക്കറുടെ പാസ്റ്റ് ടൈമിലുണ്ടായിരുന്ന ഒരു സ്ഥിരം പ്രവൃത്തിയെ, ഹാബിച്വൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. Then sentence E. I felt that Madam would be annoyed if she came to know that I stayed with my sister without her permission. മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ സഹോദരിയുടെ കൂടെ ഞാൻ അവിടെ താമസിച്ചിരുന്നു എന്നറിഞ്ഞാൽ മാഡം വുഡ് ബി അനോയ്ഡ്. മാഡം അനോയിഡ് ആകും, ആംഗ്രി ആകും. ഇവിടെ ആംഗ്രി ആകും എന്നുള്ള വുഡ് എന്നുള്ളതിന്റെ മീനിങ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇഫ് ക്ലോസിൽ അടങ്ങിയിരിക്കുന്ന ആ കണ്ടീഷൻ. ഇൻ ദിസ് സെന്റൻസ് വുഡ് ഷോസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ സെന്റൻസ് ആണ്. അതുപോലെ തന്നെ അത് സംഭവിക്കുമെന്നുള്ള ഒരു പ്രോബബിലിറ്റിയെയും ഒരു പ്രോബബിൾ കണ്ടീഷനാണത്, അത് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ്, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് മീനിങ്ഫുള്ളി യൂസിങ് വുഡ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ സെന്റൻസുകളെല്ലാം തന്നെ അർത്ഥവത്തായിട്ട് പൂർത്തീകരിക്കുക വുഡ് എന്ന മോഡൽ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട്. ആദ്യ സെന്റൻസ് ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് പ്രിപ്പയർ ബെറ്റർ ഫോർ ദി എക്സാം. ഈ സെന്റൻസിൽ വുഡ് പ്രിപ്പയർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. വുഡ് എന്നുള്ള ഓക്സിലറി കണ്ടീഷണൽ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു. സെക്കൻഡ് സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീ ആസ്ക്ഡ് ഹിം. ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് കാണിക്കേണ്ടത്. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ആൻസർ ദീസ് ഗ്രാമർ ക്വസ്റ്റ്യൻസ്. ഒരു റിക്വസ്റ്റ്, ഈ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ താങ്കൾ എന്നെ സഹായിക്കുമോ? ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് വുഡ് യു പ്ലീസ് എന്ന് ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ്, ഒരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കണം. വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻ, ഒരു ഹാബിച്വൽ ആക്ഷൻ. വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഐ വുഡ് പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ലഞ്ച് ബ്രേക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് ലഞ്ച് ബ്രേക്കിൽ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. നെക്സ്റ്റ്, the teacher expected that the students, ഒരു പ്രഡിക്ഷൻ ആണ് വേണ്ടത്. ടീച്ചർ പ്രതീക്ഷിച്ചു, വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നു. The teacher expected that the students would perform well in the competitive test. പരീക്ഷയിൽ വിദ്യാർത്ഥികൾ നന്നായി പെർഫോം ചെയ്യുമെന്ന് ടീച്ചർ പ്രതീക്ഷിച്ചു. ടീച്ചറുടെ ഒരു പ്രഡിക്ഷനാണ് നന്നായി പ്രവർത്തിക്കും. would perform. നെക്സ്റ്റ്, അവർ നെയ്ബർ ഓഫേർഡ്. ഒരു വില്ലിങ്നെസ്, ഒരു ഓഫർ കാണിക്കുന്ന സെന്റൻസ് ആണ് വേണ്ടത്. അവർ നെയ്ബർ ഓഫേർഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് us ക്ലീൻ ഔർ പോണ്ട്. ഞങ്ങളുടെ കുളം വൃത്തിയാക്കാൻ നെയ്ബർ സഹായിക്കുമെന്ന് അദ്ദേഹം ഒരു വില്ലിങ്നെസ് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഒരു ഓഫർ പോലെ പ്രകടിപ്പിച്ചു. ഹി വുഡ് ഹെൽപ്പ്. വുഡ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. Now, next activity. In the story The Toilet, Madam spends time with her friends at the pool. നാം വായിച്ചതാണ് The Toilet എന്ന സ്റ്റോറിയിലെ മാഡം മിക്ക സമയവും സ്വിമ്മിംഗ് പൂളിനരികെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കും. Here is a conversation between two of her friends. അവരുടെ രണ്ട് സുഹൃത്തുക്കൾക്കിടയിലുള്ള ഒരു കോൺവെർസേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ പൂർത്തീകരിച്ചെഴുതുക. നമുക്ക് വുഡ് എന്ന മോഡൽ ഓക്സിലറിയുടെ വ്യത്യസ്ത ഫങ്ഷൻസ് സാധ്യമാകുന്നിടത്തൊക്കെ ഇവിടെ ഈ കോൺവെർസേഷനിൽ എഴുതി ചേർക്കാം. ജെസ്, ഹേ സാറ, ഡു യു റിമെമ്പർ വെൻ വി വർ കിഡ്സ് വി വുഡ് പ്ലേ ഇൻ ദ പാർക്ക് എവറി ഈവനിങ്. വി വുഡ് പ്ലേ എന്ന് നാം എഴുതി ചേർത്തു. ഇത് വെൻ വി വർ കിഡ്സ്, നാം കുട്ടികളായിരിക്കുമ്പോൾ, ആയിരുന്നപ്പോൾ ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ് കാണിക്കുന്നത്. നാം കളിക്കുമായിരുന്നു.
സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി. സാറ, ഓ ദോസ് were such fun times. Jess, would you mind passing me the towel please? ആ ടവൽ ഒന്ന് എനിക്ക് പാസ് ചെയ്യുമോ? ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കുന്നു. would you mind എന്ന് നാം എഴുതി ചേർത്തു. Jess, not at all. Here you go. By the way, if you ever needed help with your project, I would be happy to help you. ഈ സെന്റൻസിൽ ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് പോലെ ഉപയോഗിക്കാം. ഇഫ് യു എവർ നീഡഡ് ഹെൽപ്പ് വിത്ത് യുവർ പ്രോജക്റ്റ്, കണ്ടീഷണൽ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വില്ലിംഗ്നെസ് ആണ്, സഹായം ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ഈ രണ്ട് രീതിയിലും കണ്ടീഷണൽ സെന്റൻസിലെ വുഡ് എന്ന രൂപത്തിലും അതുപോലെ തന്നെ സ്പീക്കറുടെ ഒരു വില്ലിംഗ്നെസ് പ്രകടിപ്പിക്കുന്നതിനും ഈ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചിരിക്കുന്നു. സാറ, താങ്ക്സ് ജസ്. You are always so helpful. If I had more free time, I would join the trip next month. മറ്റൊരു കണ്ടീഷണൽ സെന്റൻസ്, എനിക്ക് കൂടുതൽ സമയം ലഭിക്കുകയാണെങ്കിൽ ഐ വുഡ് ജോയിൻ ദ ട്രിപ്പ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസത്തെ നിങ്ങളുടെ ട്രിപ്പിൽ ഞാനും ചേരും. ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്, that would be great. The weather forecast said it would be sunny next month. ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്. വെദർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ പ്രവചനം പറയുന്നത് നെക്സ്റ്റ് മന്ത് സണ്ണി ആയിരിക്കും, ഒരു പ്രഡിക്ഷൻ. നൗ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 given on textbook page 64. Read the following sentences from Dreams Realized. Dreams Realized എന്ന ലെസണിൽ നിന്നുള്ള 2 സെന്റൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യ സെന്റൻസ്, Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against machinery. Second sentence, even celebrities who had heard about him were eager to meet him in person. What is the first sentence about? What are the events referred to? ആദ്യ സെന്റൻസ് എന്തിനെ കുറിച്ചാണ്, അതിലെ സംഭവങ്ങൾ എന്താണ്, ആ സെന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്ത്? ഓരോ സെന്റൻസിലും 2 വീതം കാര്യങ്ങളാണ് പറയുന്നത്. ദ ഫസ്റ്റ് സെന്റൻസ് ഈസ് അബൌട്ട് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ചാർലി ചാപ്ലിൻ. ഗാന്ധിജിയും ചാർലി ചാപ്ലിനും തമ്മിലുള്ള മീറ്റിംഗിനെ കുറിച്ചാണ് ആദ്യ സെന്റൻസിൽ പറയുന്നത്. ചാപ്ലിൻ ഹാഡ് ഹേർഡ് അബൌട്ട് ഗാന്ധിജീസ് സ്പിന്നിംഗ് വീൽ. പറയുന്ന കാര്യം ഇതാണ്, ചാർലി ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിംഗ് വീൽ, ആ ചർക്കയെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൽ പറയുന്ന ഒരു ഇവന്റ്. Then he asked why Gandhiji was against machinery. ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ചത് എന്തുകൊണ്ടായിരുന്നു ഗാന്ധിജി മെഷീനറിക്ക് എതിരായിരുന്നത് എന്നുമാണ്. 2 കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കുക. Now analyze the second sentence. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന സെന്റൻസ് അനലൈസ് ചെയ്യുക. What are the events referred to in it? ഈ രണ്ടാം സെന്റൻസിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ സംഭവം ഇതാണ്. The second sentence says that even celebrities had heard about Gandhiji. സെലിബ്രിറ്റികൾ ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് സെലിബ്രിറ്റികൾ പോലും കേട്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, they were eager to meet Gandhiji in person. അവരൊക്കെ ഗാന്ധിജിയെ നേരിട്ട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇതാണ് രണ്ടാം സെന്റൻസിലെ 2 കാര്യങ്ങൾ. Which event happened earlier? Which event took place later? ഈ ഓരോ സെന്റൻസിലും 2 ഇവന്റുകളെ കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച 2 കാര്യങ്ങൾ, അതിൽ ഏത് കാര്യം ആദ്യം സംഭവിച്ചു, ഏത് കാര്യം പിന്നീട് സംഭവിച്ചു എന്ന് ഇവിടെ ബോക്സിൽ എടുത്തെഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഇവിടെ സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഏർലിയർ പാസ്റ്റ്, ആദ്യം സംഭവിച്ചത്, പാസ്റ്റിൽ ആദ്യം സംഭവിച്ചതിനെയാണ് നാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ ഹാഡ് എന്നുള്ള ഓക്സിലറി വെർബും പിന്നീട് ഏത് വെർബാണോ ഉപയോഗിക്കുന്നത് ആ വെർബിന്റെ V3 ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ചേർക്കണം. ഇമ്മീഡിയറ്റ് പാസ്റ്റ്, രണ്ടാമത് സംഭവിച്ച കാര്യത്തെയാണ് നാം ഇമ്മീഡിയറ്റ് പാസ്റ്റ് അഥവാ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയേണ്ടത്. മിക്കപ്പോഴും സിമ്പിൾ പാസ്റ്റ് ഉണ്ടാക്കുന്നത് വേർബിന്റെ കൂടെ ഡിയോ ഇഡിയോ ചേർത്ത് പാസ്റ്റ് ഫോം ഉണ്ടാക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എല്ലാ വേർബുകളുടെയും പാസ്റ്റ് ഉണ്ടാക്കുന്നത്
ഡിയോ ഇഡിയോ ചേർത്തുകൊണ്ടല്ല. ഇറഗുലർ സിമ്പിൾ പാസ്റ്റുകൾ വേറെയുണ്ട്. മിക്കപ്പോഴും വേർബിന്റെ കൂടെ ഇ ഡി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഡി ചേർത്തുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും റെഗുലർ വേർബുകളാണെങ്കിൽ. എന്താവട്ടെ, രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചു, പാസ്റ്റ് ടൈമിൽ സംഭവിച്ചു. ആദ്യം സംഭവിച്ചതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് V3 എന്ന രൂപത്തിൽ പറയണം. രണ്ടാമത് സംഭവിച്ചതിനെ വേർബിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചും പറയണം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഓരോ സെന്റൻസിലെയും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം സംഭവിച്ചത് ഏർലിയർ പാസ്റ്റ്. ചാപ്ലിൻ ഹാഡ് എവിഡന്റ്ലി ഹേർഡ് ഓഫ് ഗാന്ധിജീസ് സ്പിന്നിംഗ് വീൽ. ഗാന്ധിജിയുടെ സ്പിന്നിംഗ് വീലിനെ കുറിച്ച് ചാർലി ചാപ്ലിൻ നേരത്തെ കേട്ട് മനസ്സിലാക്കിയിരുന്നു. ആദ്യം അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഹാഡ് ഹേർഡ് എന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. രണ്ടാമതാണ് ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ചത്. ഹി ആസ്ക്ഡ് വൈ ഗാന്ധിജി വാസ് അഗൻസ്റ്റ് മിഷനറി. അതുകൊണ്ട് ആസ്ക്ഡ് എന്ന ഇ ഡി പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ചു. ഇനി രണ്ടാമത്തെ സെന്റൻസിലെയും രണ്ട് കാര്യങ്ങൾ. ഈവൻ സെലിബ്രിറ്റീസ് ഹാഡ് ഹേർഡ് അബൌട്ട് ഗാന്ധിജി. ഗാന്ധിജിയെ കുറിച്ച് സെലിബ്രിറ്റീസ് നേരത്തെ അറിഞ്ഞിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആദ്യം സംഭവിച്ചത് ഹാഡ് ഹേർഡ്. രണ്ടാമത് സംഭവിച്ചതാണ് അവർ ഈഗർ ആയിരുന്നു എന്ന് പറയുന്ന വേർ എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വേർബ്. We can see that the actions happen at different points of time in the past. ഈ സെന്റൻസുകളിലൊക്കെ പറയുന്ന രണ്ട് വീതം സംഭവങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലാണ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്. How do we speak about two such past actions in the same sentence? ഒരേ സെന്റൻസിൽ ഇങ്ങനെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് സംഭവിച്ചതിനെ കുറിച്ച് നാം എങ്ങനെയാണ് പറയുന്നത്? When we speak about two past events in the same sentence, രണ്ട് പാസ്റ്റ് സംഭവങ്ങളെ കുറിച്ച് ഒരേ സെന്റൻസിൽ നാം പറയുമ്പോൾ we use the past perfect to refer to the event or action that happened earlier. ആദ്യം സംഭവിച്ചതിനെ സൂചിപ്പിക്കാൻ നാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. Whereas simple past is used to refer to the later event. പിന്നീട് സംഭവിച്ചതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റും. വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കുക, രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് ഒരേ സെന്റൻസിൽ പറയുന്നു. അപ്പോൾ ആദ്യം സംഭവിച്ചതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ അഥവാ ഹാഡ് പ്ലസ് V3 എന്ന രൂപത്തിൽ പറയണം. രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റ് ഫോമിലും പറയണം. Now read the following passage. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പാസേജ് വായിക്കുക. പാസേജിലെ ഓരോ സെന്റൻസിലും ഒന്നിലധികം കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞതും തുടർന്ന് വരുന്നത് രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞതും ശ്രദ്ധിക്കുക. Dad had cooked breakfast before mom woke up. അമ്മ ഉണരും മുമ്പ് അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ആദ്യം സംഭവിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എന്നുള്ളതാണ്. അത് ഹാഡ് കുക്ക്ഡ്. അതിനുശേഷമാണ് മോം വോക്കപ്പ്, അമ്മ എഴുന്നേറ്റ് വന്നത്, ഉണർന്നത്. As I had done all my homework, I joined Dad in the kitchen. ഞാൻ എൻ്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തു തീർന്നതിനാൽ അച്ഛനോടൊപ്പം അച്ഛൻ്റെ ജോലിയിൽ ഞാനും ചേർന്നു. ആദ്യം ഹോംവർക്ക് ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹാഡ് ഡൺ ഓൾ മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ജോയിൻ ഡാഡ്, അച്ഛനോടൊപ്പം ചേർന്നത്. ജോയിൻഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറഞ്ഞു. മോം ഹാഡ് വർക്ക്ഡ് ലേറ്റ് ദ ഡേ ബിഫോർ ആൻഡ് സ്ലെപ്റ്റ് ഓൺ എ ബിറ്റ് ലോങ്ങർ. അമ്മ തലേ ദിവസം കൂടുതൽ നേരം ജോലി ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ അല്പം കൂടുതൽ ഉറങ്ങിയത്. അപ്പോൾ ദ ഡേ ബിഫോർ ഹാഡ് വർക്ക്ഡ്, അതാണ് ആദ്യം സംഭവിച്ചത്. ഹാഡ് വർക്ക്ഡ് എന്ന് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. അതിനുശേഷം കൂടുതൽ നേരം ജോലി ചെയ്തതിനാലാണ് ഇപ്പോൾ അല്പം അധികം ഉറങ്ങിയത്. സ്ലെപ്റ്റ് എന്നുള്ള സിമ്പിൾ പാസ്റ്റും ഉപയോഗിച്ചു. My little brother sat in a corner of the kitchen with a toy car that my uncle had brought him last week. എൻ്റെ ലിറ്റിൽ ബ്രദർ അടുക്കളയിലെ ഒരു മൂലയിൽ ഇരുന്ന് കളിച്ചു. അങ്കിൾ അവന് ഒരു ടോയ് കാർ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അങ്കിൾ ടോയ് കാർ വാങ്ങിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അതുകൊണ്ട് ഹാഡ് ബ്രോട്ട് എന്ന് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. അവൻ ഇരുന്ന് കളിച്ചു എന്നുള്ള സാറ്റ് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. മോം വോക്കപ്പ് ആൻഡ് വാസ് ഹാപ്പി. അമ്മ എഴുന്നേറ്റ് വന്നു, ഹാപ്പിയായി, സിമ്പിൾ പാസ്റ്റ് തന്നെ. ഷീ ടുക്ക് സം ചോക്ലേറ്റ്
which she had kept in the fridge. ഈ സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ നേരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചോക്ലേറ്റ് എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം സംഭവിച്ചത് ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് സൂക്ഷിച്ചു എന്നുള്ളതാണ്. അത് ഹാഡ് കെപ്റ്റ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. അത് എടുത്തുകൊണ്ടുവന്നു എന്നുള്ളത് രണ്ടാമത്തെ സംഭവമാണ്. അത് ടേക്ക് എന്നതിന്റെ സിമ്പിൾ പാസ്റ്റായ ടുക്ക് ഉപയോഗിച്ചും പറഞ്ഞു. Then I had seen them before but never ate any without her permission. ഞാനത് നേരത്തെ കണ്ടിരുന്നു, പക്ഷെ ഞാനതൊന്നും അമ്മയുടെ സമ്മതമില്ലാതെ എടുത്ത് തിന്നില്ല. ആദ്യം നേരത്തെ കണ്ടു എന്നുള്ളതാണ് ആദ്യ സംഭവം. അത് ഹാഡ് സീൻ എന്ന പാസ്റ്റ് പെർഫെക്റ്റിലും തിന്നില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഭവമാണ്. അത് എറ്റ് എന്നുള്ള സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിച്ചു. ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ഫോമാണ് എറ്റ് ഓർ എയ്റ്റ്. Then she gave us 2 each and gave dad none as he had eaten his share the day before. അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തന്നു, അച്ഛന് നൽകിയില്ല, കാരണം അച്ഛൻ നേരത്തെ തിന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആദ്യം തിന്നു എന്നുള്ളതാണ് ആദ്യ സംഭവം. അതാണ് ഹാഡ് ഈറ്റൻ എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞത്. Then it tasted better than those we had tasted at Aunt Pinky's house. ഇവിടെ രണ്ട് ചോക്ലേറ്റുകൾ രണ്ട് സമയത്ത് കഴിച്ചതായിട്ടാണ് പറയുന്നത്. ആദ്യത്തത് ഓൺ പിങ്കീസ് ഹൗസിൽ നേരത്തെ കഴിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് ആദ്യ സംഭവം. അത് ഹാഡ് ടേസ്റ്റഡ് എന്ന പാസ്റ്റ് പെർഫെക്റ്റിലും ഇപ്പോൾ ടേസ്റ്റ് ചെയ്തതിനെ കുറിച്ച് രണ്ടാമതും സിമ്പിൾ പാസ്റ്റിൽ ടേസ്റ്റഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വേർബ് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് സംഭവങ്ങളിൽ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും എഴുതിയും പറഞ്ഞും ശീലിക്കുക. അടുത്തത്, ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം സംഭവിച്ചതും പിന്നീട് സംഭവിച്ചതുമായിട്ടുള്ള ഓരോ ആക്ഷൻസും ഇവിടെ വ്യത്യസ്തമായ ബോക്സുകളിൽ എഴുതിയത് ശ്രദ്ധിക്കുക. ഏർലിയർ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു ഓരോ നിലയും ആദ്യ സംഭവത്തെ. ഇമ്മീഡിയറ്റ് പാസ്റ്റ് അഥവാ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ രണ്ടാമത് സംഭവിച്ചതും പറഞ്ഞിരിക്കുന്നു. നാം വിശദീകരിച്ചത് ഓരോന്നും വ്യത്യസ്തമായിട്ട് ഓരോ ബോക്സിലേക്ക് എടുത്തെഴുതിയത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. Look at the timeline given below. Add details about what you did yesterday. ഇവിടെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ചില കാര്യങ്ങളുടെ ടൈം ആണെന്ന് മനസ്സിലാക്കുക. ഓരോ സമയത്തിന് നേരെയും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും രേഖപ്പെടുത്തുക. ആദ്യം at 5:30 AM alarm went off. 5:35 AM I woke up, did homework. 7 AM Mom prepared breakfast. 8 AM I dressed up and started for school. 9:25 AM the bell rang. 9:30 AM I reached school. 11 AM we got a short recess. 12:30 PM we had an English test. 1:20 PM we had lunch break. 2:30 PM afternoon classes started. 4 PM another short recess. 4:30 PM school dispersed for the day. ഇങ്ങനെ 5:30 മുതൽ 4:30 PM വരെയുള്ള സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഈ ഓരോ സംഭവത്തിലും ആദ്യം ഏത് സംഭവിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന രൂപത്തിൽ ഇതൊരു പാസേജിലേക്ക് വികസിപ്പിച്ച് എഴുതി നോക്കുക. ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിനുശേഷം സംഭവിച്ചതിന് സിമ്പിൾ പാസ്റ്റിലും എന്ന രൂപത്തിൽ എഴുതാനും ശ്രമിക്കുക. ടൈം ലൈനിലെ ഓരോ ഇവന്റും ഉൾപ്പെടുന്ന രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഓരോ സെന്റൻസിലെയും ആദ്യം സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്നും രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെന്നതും ശ്രദ്ധിക്കുക. The alarm had gone off at 5:30 in the morning before I woke up at 5:35. By the time Mom prepared breakfast at 7, I had got enough time to do all my homework and get ready for school. Before we had breakfast together, I had taken a shower. Then I dressed up and started for school at 8. The first bell had rung at 25 by the time I reached school at 9:30. We had got a short
recess at 11 before the English class test started at 12:30 in the afternoon. We had already attended several morning classes before the bell rang for the lunch break at 1:20 p.m. Afternoon classes started at 2:30. Before the school ended for the day, we had got another short recess at 4 o'clock. The final bell rang at 4:30 and the school dispersed. Now, activity 3 given on textbook page 65. You know that Gandhiji always wanted children to develop vocational skills. ഗാന്ധിജി എപ്പോഴും വിദ്യാർത്ഥികൾ അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഒരു പുരോഗതിയും കഴിവും ആർജിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അലോങ് വിത്ത് ഫോമൽ എഡ്യൂക്കേഷൻ, ഔപചാരികമായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനവും നേടണമെന്നായിരുന്നു ഗാന്ധിജിയുടെ നയം. വി ലിവ് ഇൻ എ വേൾഡ് വിത്ത് മെനി കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നാം ജീവിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഹൗ ഡു വി ചൂസ് ദ കരിയർ ദാറ്റ് ഈസ് ഐഡിയൽ ഫോർ അസ്? നമുക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ നാം എങ്ങനെ തിരഞ്ഞെടുക്കും? ഫസ്റ്റ്, വി ഷുഡ് ടെസ്റ്റ് അവർ ആപ്റ്റിറ്റ്യൂഡ്. ആദ്യം നാം നമ്മുടെ അഭിരുചിയാണ് തിരിച്ചറിയേണ്ടത്. An aptitude test called Kerala Differential Aptitude Test or KDAT is offered by our state government. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അതിൻ്റെ വെബ്സൈറ്റാണ് KDATയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. യു മേ ടേക്ക് ദ ടെസ്റ്റ് ടു ഡിസ്കവർ യുവർ ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിയുക. ആൻഡ് ദെൻ സെറ്റ് യുവർ കരിയർ ഗോൾസ്. അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള ഒരു ഗോൾ, ഒരു ലക്ഷ്യം നിങ്ങൾ രൂപീകരിക്കേണ്ടത്. When we approach an employer after finishing our studies, പഠനമൊക്കെ കഴിഞ്ഞ് നാം ഒരു എംപ്ലോയറെ, ഒരു തൊഴിൽ ദാതാവിനെ, തൊഴിലുടമയെ സമീപിക്കുമ്പോൾ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തിയൊക്കെ സമീപിക്കുമ്പോൾ, we need to furnish certain details about ourselves. നമ്മെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നാം തീർച്ചയായിട്ടും ആ കമ്പനിക്ക് നൽകേണ്ടി വരും. An account of our personal details, educational qualifications and other credentials are furnished in a document that is presented to the employer. നമ്മുടെ തൊഴിൽ ഉടമക്ക് നമ്മെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, വിദ്യാഭ്യാസപരവും അതുപോലെ തന്നെ നമ്മുടെ പരിശീലനം, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കിൽസ്, ഇതെല്ലാം വിവരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് നാം എംപ്ലോയർക്ക് സമർപ്പിക്കും. Such a document is termed as curriculum vitae. ഇതാണ് നാം സാധാരണ പറയുന്ന CV അഥവാ curriculum vitae. Here is the format of a curriculum vitae. ഒരു CVയുടെ ഫോമാറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഘടകങ്ങളൊക്കെ നാം തയ്യാറാക്കുന്ന നമ്മെ സംബന്ധിച്ച CVയിൽ ഉൾപ്പെടണം. ഫോട്ടോഗ്രാഫ് ഉൾപ്പെടുത്താം. ആദ്യം കോണ്ടാക്ട് ഇൻഫർമേഷൻ. This part of a CV contains the name, address for communication, email ID and contact number of the person. വ്യക്തിയുടെ പേരും കോണ്ടാക്ട് ഡീറ്റെയിൽസുമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ. Then introduction. The introduction contains a summary of the person's profile, highlighting the career journey and professional accomplishment in a concise manner. വളരെ ചുരുങ്ങിയ രൂപത്തിൽ വ്യക്തിയുടെ ഒരു പ്രൊഫൈലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പ്രൊഫഷണൽ അക്കംപ്ലിഷ്മെന്റ്സ്, നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അതിൽ വിവരിക്കണം. വളരെ കൺസൈസ് മാനറിൽ, വളരെ ചുരുങ്ങിയ രൂപത്തിലാണ്. ദെൻ വർക്ക് എക്സ്പീരിയൻസ്. നാം മുന്നേ ജോലി ചെയ്ത സ്ഥാപനങ്ങളെക്കുറിച്ചും അതിലെ നമ്മുടെ പൊസിഷനെ കുറിച്ചും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഡേറ്റ് ഉൾപ്പെടെ കാലഘട്ടം ഉൾപ്പെടെ എഴുതുക. Then education. This part of the CV highlights the educational qualification of the person, starting from the latest acquired. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. ഏതൊക്കെ ഡിഗ്രികൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഏതൊക്കെ കാലഘട്ടത്തിൽ, ഏറ്റവും പുതിയത് ആദ്യം എന്ന രൂപത്തിലാണ് ചേർക്കേണ്ടത്. ദെൻ അഞ്ചാമതായി സ്കിൽസ്. The relevant additional skills of the person are stated. വ്യക്തിയുടെ സ്പെഷ്യൽ സ്കില്ലുകൾ, എന്തെങ്കിലും പ്രത്യേകമായ നേട്ടങ്ങൾ, കഴിവുകൾ, അതൊക്കെ ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ കൺസൈസ് മാനറിൽ വിശദീകരിക്കുക. Now, curriculum vitae template.
ഒരു മോഡൽ CV ഇവിടെ നൽകിയിട്ടുണ്ട്. പേജിന് മുകൾ വശത്ത് നമുക്ക് ഫോട്ടോഗ്രാഫ് ഉൾപ്പെടുത്താം. ശേഷം ബോൾഡായി തന്നെ നെയിം ഓഫ് ദ പേഴ്സൺ, അതോടൊപ്പം തന്നെ ഏത് പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് മാനേജർ, ഇതേപോലെ പേരിന് താഴെ ചേർക്കാം. ശേഷം നേരത്തെ വിശദീകരിച്ച പോലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ദെൻ സ്പെഷ്യൽ സ്കിൽസ്, ലാംഗ്വേജസ് നോൺ, അറിയുന്ന ഭാഷകൾ അതിൻ്റെ കൃത്യമായ ഓർഡറിൽ എഴുതുക. ദെൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻട്രൊഡക്ഷൻ അഥവാ പ്രൊഫൈൽ സമ്മറി. ദെൻ വർക്ക് എക്സ്പീരിയൻസസ്, ഓരോ സ്ഥാപനത്തിലെയും ആ പീരീഡ് ഉൾപ്പെടെ ലേറ്റസ്റ്റ് ഫസ്റ്റ് എന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതി ചേർക്കാം. ദെൻ ഏറ്റവും അവസാനം ഒരു റെഫറൻസ് കൂടെ ചേർക്കാറുണ്ട്. അതായത് നാം മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഏതെങ്കിലും വ്യക്തികളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതായത് പുതിയ എംപ്ലോയർക്ക് എന്തെങ്കിലും നമ്മെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു റെഫറൻസ് നമ്പർ, ആ സ്ഥാപനത്തിലെ വ്യക്തിയുടെ പേര്, കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടുത്തി CV പൂർത്തീകരിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി അണ്ടർ ദ ക്യാപ്ഷൻ ലെറ്റ്സ് കൺവേഴ്സ്. ചില ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആക്ടിവിറ്റി 1, ചാർലി ചാപ്ലിൻ വാണ്ടഡ് സം ഇൻഫർമേഷൻ ഫോർ അൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഗാന്ധിജി. ഗാന്ധിജിയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് ചാർലി ചാപ്ലിന് ചില ഇൻഫർമേഷൻ ആവശ്യമായിരുന്നു. വാട്ട് ക്വസ്റ്റ്യൻസ് മൈറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ്, എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം ചാപ്ലിൻ ചോദിച്ചിട്ടുണ്ടാവുക. എ ഫ്യൂ എക്സാമ്പിൾസ് ആർ ഗിവൺ. ഇവിടെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഹൗ ലോങ് വിൽ മിസ്റ്റർ ഗാന്ധിജി ബി ഇൻ ലണ്ടൻ, ഗാന്ധിജി എത്ര ദിവസം ലണ്ടനിൽ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചിരിക്കാം. കൻ ഐ മീറ്റ് ഹിം ടുമോറോ, എനിക്ക് അദ്ദേഹത്തെ നാളെ കാണാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ചോദിച്ചിരിക്കാം. He might also have used expressions like the following. ഇത്തരമൊരു കോൺവെർസേഷനിൽ ഒരു ഇൻഫർമേഷൻ തേടുന്ന കാര്യത്തിൽ സീക്കിംഗ് ഇൻഫർമേഷൻ, വിവരങ്ങൾ ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില സ്പെഷ്യൽ പ്രയോഗങ്ങളും ഉപയോഗിച്ചിരിക്കാം. മേ ഐ നോ, വൈ ഡോണ്ട് യു ടെൽ മീ, കുഡ് യു പ്ലീസ് ടെൽ മീ എന്നിങ്ങനെയുള്ള സാധാരണ നാം ചില ഇൻഫർമേഷൻ ആവശ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണിവ. ഇതൊക്കെ ഉപയോഗിച്ചിരിക്കാം. What are the other expressions that we may use to seek information? ഇൻഫർമേഷൻ ശേഖരിക്കുമ്പോൾ, ചില വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ എന്തൊക്കെ പ്രയോഗങ്ങളാണ് സാധാരണ ഇംഗ്ലീഷ് കോൺവെർസേഷനുകളിൽ ഉപയോഗിക്കാറ്? ചില എക്സ്പ്രഷൻസ് ഇവിടെ എഴുതുക. ഉദാഹരണത്തിന് ഐ വുഡ് ലൈക്ക് ടു നോ എന്ന് നമുക്ക് പറയാം. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, എനിക്കറിയണം എന്നർത്ഥത്തിൽ. ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ, താങ്കൾ എനിക്ക് പറഞ്ഞു തരുമോ. ഡു യു നോ, താങ്കൾക്ക് അറിയാമോ. ഡു യു ഹാവ് എനി ഐഡിയ, താങ്കൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ. ഈ രൂപത്തിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. Now imagine that Sina Meloff approaches a publisher to publish her first work. Sina Meloff തൻ്റെ ആദ്യ കൃതി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിഷറെ സമീപിക്കുന്നു എന്ന് സങ്കല്പിക്കുക. Frame a few questions that she might ask in such a situation. അത്തരമൊരു സന്ദർഭത്തിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. യു മേ യൂസ് ദി എക്സ്പ്രഷൻസ് ഗിവൺ എബൌട്ട്. നേരത്തെ സീക്കിംഗ് ഇൻഫർമേഷൻ, വിവരം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രത്യേകമായ പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന രൂപത്തിലായിരിക്കണം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഏതാനും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയത് നമുക്കൊന്ന് വായിക്കാം. ആദ്യം, ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ഇൻഫർമേഷൻ അബൌട്ട് പബ്ലിഷിംഗ് എ ബുക്ക്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്നുള്ള ഒരു പ്രയോഗമാണ്, ഐ വുഡ് ലൈക്ക് എന്നുള്ള ആ പ്രയോഗമാണ് ഉപയോഗിച്ചത്. പബ്ലിഷിംഗ് എ ബുക്ക്, അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 2, മേ ഐ നോ എന്നുള്ള മറ്റൊരു പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. മേ ഐ നോ ദ പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ദ മാനുസ്ക്രിപ്റ്റ്. നമ്പർ 3, could you tell me about the time required for editing, formatting and other desktop work. Could you tell me എന്നുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചത്. Then number 4, I wonder if you could explain your publishing options. I wonder if you could എന്നുള്ള മറ്റൊരു പ്രയോഗം. ഇവിടെ wonder എന്നുള്ള ആ വേർഡിന് പ്രത്യേകമായ മീനിങ് ഒന്നുമില്ല, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് തന്നെയാണ്. Number 5, I want to know about your royalty structure. ഇവിടെ I want to know എന്നുള്ള
ഒരു ഡയറക്റ്റ് പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Then number 6, മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Do you have any special royalty offers? Then number 7, മറ്റൊരു can എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ രൂപം. Can I receive a portion of the royalty in advance? Number 8, would you spare a few moments to tell me about the editorial support? Could you or would you? ഇതൊക്കെ പൊളൈറ്റ് റിക്വസ്റ്റുകളാണ്. Would you please spare എന്നോ would you spare എന്നോ ഉപയോഗിക്കാം. Then number 9, could you explain your marketing strategies? മറ്റൊരു പ്രയോഗം could you എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ്. Now activity 2. While the narrator of the toilet sits in the park, a little girl walks up and asks her if she could share the bench. Here are a few ways in which she could have expressed her request. The toilet എന്നുള്ള സ്റ്റോറിയുടെ നറേറ്റർ പാർക്കിൽ ബെഞ്ചിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി സമീപിച്ചു എന്ന് കരുതുക. ആ പെൺകുട്ടി ആ ബെഞ്ചിലിരിക്കാൻ വേണ്ടി പെർമിഷന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചില എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. ഉദാഹരണത്തിന് എക്സ്ക്യൂസ് മീ, മേ ഐ സിറ്റ് ഹിയർ എന്ന് ചോദിച്ചേക്കാം. കൻ ഐ സിറ്റ് ഓൺ ദിസ് ബെഞ്ച് എന്നായിരിക്കാം ചോദിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ സിറ്റ് ഹിയർ എന്നിങ്ങനെ. ഇതൊക്കെ ഒരാൾ മറ്റൊരാളോട് ഒരു പെർമിഷന് വേണ്ടി ചോദിക്കുന്ന വളരെ പൊളൈറ്റ് ആയിട്ടുള്ള രീതികളാണ്. വാട്ട് ആർ സം അതർ എക്സ്പ്രഷൻസ് ദ ലിറ്റിൽ ഗേൾ കുഡ് ഹാവ് യൂസ്ഡ്? ഇതേ സന്ദർഭത്തിൽ മറ്റ് ചില എക്സ്പ്രഷൻസുകളും ആ പെൺകുട്ടി ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള മറ്റ് എക്സ്പ്രഷൻസ്? ഉദാഹരണത്തിന് ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ എന്ന് ചോദിക്കാം. വുഡ് യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ എന്നും ചോദിക്കാം. മേ ഐ ജോയിൻ യു ഓൺ ദിസ് ബെഞ്ച്, അല്ലെങ്കിൽ കുഡ് ഐ സിറ്റ് ഹിയർ വിത്ത് യു, അതുമല്ലെങ്കിൽ വുഡ് ഇറ്റ് ട്രബിൾ യു ഇഫ് ഐ സിറ്റ് ഹിയർ എന്നിങ്ങനെയൊക്കെ പല രീതിയിൽ താഴ്മയോടുകൂടി വളരെ പൊളൈറ്റായിട്ട് നമുക്ക് പെർമിഷൻ ചോദിക്കാം. Now use the expressions that you are listed to frame a few polite requests for seeking permission. നാം പെർമിഷൻ ചോദിച്ചുകൊണ്ട് മറ്റൊരാളോട് ഏതെങ്കിലും ഒരു കാര്യത്തിന് അനുവാദം ചോദിച്ചുകൊണ്ടുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകളുടെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ മറ്റു ചില ഉദാഹരണങ്ങളിലൂടെ എഴുതുക. A few examples are given below. Is it okay if I join the conversation? ഞാനും നിങ്ങളോടൊപ്പം സംസാരത്തിൽ പങ്കുചേരട്ടെ എന്ന രൂപത്തിൽ. May I use your computer? Do you mind if I open the window? Is it all right if I use your phone? Is it okay if I turn on the TV? May I leave a bit early today? Could I take this seat? എന്നിങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻസിന്റെ ഉദാഹരണങ്ങളാണ് ഇവ. Now, how will you respond if someone asks you for your permission in a particular situation? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് ആരെങ്കിലും ഒരു പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഒന്നുകിൽ നിങ്ങൾക്ക് പെർമിഷൻ നൽകാം, അതല്ലെങ്കിൽ അത് ഡിനൈ ചെയ്യാം, നിഷേധിക്കാം. You may choose to give or refuse permission. Let's go through a few expressions suitable for giving and declining permission. നമുക്ക് പെർമിഷൻ നൽകാനും അത് ഡിക്ലൈൻ ചെയ്യാൻ, നിഷേധിക്കാനുമുള്ള അനുയോജ്യമായ ചില എക്സ്പ്രഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യം ഗിവിംഗ് പെർമിഷൻ, അനുവാദം നൽകാൻ. ഒരാൾ നമ്മോട് വളരെ പൊളൈറ്റ് ആയിട്ടൊരു റിക്വസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നു. നമുക്ക് പ്രതികരിക്കാം ഷുവർ, അതല്ലെങ്കിൽ ഷുവർ ഗോ അഹെഡ്, അതുമല്ലെങ്കിൽ നോ പ്രോബ്ലം. മറ്റൊരു എക്സ്പ്രഷൻ യു മേ പ്രൊസീഡ്, യു ആർ അലൗഡ് ടു, ഫീൽ ഫ്രീ ടു. ടു കഴിഞ്ഞിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്യുക. ഇറ്റ്സ് ഓക്കെ ടു, യു ആർ വെൽക്കം ടു എന്ന രൂപത്തിലൊക്കെ നമുക്ക് പ്രതികരിക്കാം. ഇനി ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ വളരെ പൊളൈറ്റായി തന്നെ നമുക്ക് ഡിക്ലൈനും ചെയ്യണം, നിഷേധിക്കണം. am I afraid not, am I afraid you can't do that, I'm sorry but that is not possible, you are not allowed to, that is not allowed, unfortunately I have to deny your request, sorry you can't do that എന്നിങ്ങനെയൊക്കെ വളരെ പൊളൈറ്റായിട്ട് നമുക്ക്
ഡിക്ലൈനിങ്ങും നടത്താം. നെക്സ്റ്റ്, വാട്ട് ഷാൽ ബി ദി കോണ്ടന്റ് ഓഫ് അവർ വെബ് പേജ്? Now look at the table given below. Column A contains items that you see on a web page. Match them with the descriptions in column B. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഒരു വെബ് പേജ് നിർമ്മിക്കുന്നതിനെ കുറിച്ച്. അതിൻ്റെ ഡീറ്റെയിൽസ്, ഗാന്ധിജിയെ സംബന്ധിച്ച ഒരു വെബ് പേജ്. വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ആ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ഇതാണ്. ഗിവൺ ഓൺ ടെക്സ്റ്റ് ബുക്ക് പേജ് 69. കോളം എയിൽ നാം ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ചില ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അവ ഓരോന്നും എന്താണെന്ന് കോളം ബിയിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ജംബിൾഡ് ഓർഡറിലാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും കൃത്യമായ ഓർഡറിൽ മാച്ച് ചെയ്യും വിധം എഴുതുക, രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. കോളം എ, എബൌട്ട് അസ്. ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എബൌട്ട് അസ് എന്ന് കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ ക്ലാസ് ആൻഡ് സ്കൂൾ എന്ന് വെച്ചാൽ ഏതാണോ വെബ് പേജ്, ആ വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്ന നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ സ്കൂള്, അത്തരം കാര്യങ്ങളായിരിക്കും അവിടെ വിശദീകരിക്കുക. ആരാണോ വെബ് പേജ് ഉണ്ടാക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് എബൌട്ട് അസ് എന്നുള്ള ലിങ്കിൽ ലഭ്യമാകും. ദെൻ 2, ഗാലറി. ഗാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസ് റിലേറ്റഡ് ടു ദി കോണ്ടന്റ്. വെബ് പേജിലെ കണ്ടന്റുമായി ബന്ധപ്പെടുന്ന ഫോട്ടോസ് ഒക്കെ ആയിരിക്കും ഗാലറിയിൽ ഉണ്ടായിരിക്കുക. നമ്പർ 3, ഫാക്ട്സ് ആൻഡ് ആൻസേഴ്സ്, FAQ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ലിങ്കിൽ ഉൾപ്പെടുന്നത് ക്വസ്റ്റ്യൻസ് ദാറ്റ് യൂസേഴ്സ് മൈറ്റ് ആസ്ക് ആൻഡ് ദ ആൻസേഴ്സ്. വെബ് പേജ് ഉപയോഗിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ ചോദ്യരൂപത്തിൽ ഉണ്ടായിരിക്കും. അതിനുള്ള നിങ്ങളുടെ മറുപടിയുമായിരിക്കും ആ ലിങ്കിൽ ഉണ്ടായിരിക്കുക. Then archives. Number 4, a collection of articles or newsletters that were previously published. പഴയ പബ്ലിക്കേഷൻസ്, മുന്നേ നിങ്ങളുടെ വെബ് പേജിലൂടെ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഈ ലിങ്കിൽ ലഭ്യമാവുക. നമ്പർ 5, ഹോം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഫസ്റ്റ് പേജ് ഓഫ് എ വെബ് പേജ് ഓർ വെബ്സൈറ്റ്. ഒരു വെബ് പേജിലെ അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ആദ്യ പേജ്, അതാണ് ഹോം. Then number 6, logo. എല്ലാവർക്കും അറിയാം, a symbol or other small design adopted by an organization. നിങ്ങൾ ഒരു സംഘടന, നിങ്ങളുടെ സ്കൂളോ നിങ്ങളുടെ സ്ഥാപനമോ, ആ സംഘടനയുടെ ഒരു മുദ്ര, അതാണ് ലോഗോ. Then number 7, contact us. ഈ ലിങ്കിൽ നമുക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽസ് such as phone number and email ID. സക്സസ് എന്ന ലെസണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടനവധി ആക്ടിവിറ്റീസ് ആണ് നൽകിയിരിക്കുന്നത്. അവയെല്ലാം ഒരുവിധം നാം വിശദീകരിച്ചു തീർത്തു. ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കാം, എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.